എല്ലാവർക്കും നമസ്കാരം. തൊടുകുറി ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മൾ തൊടുകുറിയായിട്ട് എടുത്തിരിക്കുന്നത് 2 മോതിരങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് വെള്ളി മോതിരവും രണ്ടാമത്തേത് സ്വർണ്ണ മോതിരവുമാണ്. ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ചുള്ള ഒരു മോതിരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഇതിൽ നിന്ന് നിങ്ങളൊരു മോതിരം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ആ അത്യാവശ്യങ്ങൾ അതോടുകൂടി ഒന്ന് ഓർത്തു വേണം ഇതിൽ നിന്നും ഒരു മോതിരം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മനസ്സിൽ കരുതാവുന്നത് എന്നതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി വേണമെന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും സർക്കാർ ജോലി വേണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആളുകളുടെ മെസ്സേജിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കർമ്മമേഖല അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു വിവാഹ സങ്കല്പമുണ്ട്, ആ സങ്കല്പത്തിനനുസരിച്ചുള്ള വിവാഹം എനിക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ, അതിന് ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അതെനിക്ക് നടന്നു കിട്ടും. ഈ പറഞ്ഞൊരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് ഒരു മോതിരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ പുതിയൊരു വീട് എൻ്റെ ഒരു സ്വപ്നമാണ്, അതെനിക്ക് ഉടനെ നടന്നു കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ വീട് പണി പകുതിയാക്കി ഞാൻ ഇപ്പോൾ ഓൾറെഡി നിർത്തിയിരിക്കുകയാണ് മറ്റേ സാമ്പത്തിക പ്രതിസന്ധി മൂലം, അതെനിക്ക് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ. ഈ പറഞ്ഞ ആവശ്യങ്ങളിൽ ഏതാണോ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ ചോദിക്കാവുന്നതാണ്. അതിനിപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല മറ്റെന്തെങ്കിലുമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ശരി. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മോതിരം സെലക്ട് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ അതുകൂടി ചേർത്ത് ആ ഒരു മോതിരം മനസ്സിൽ ഉറപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കാവുന്നതാണ്. സമയം കഴിഞ്ഞു. ഇപ്പോഴിവിടെ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു മോതിരമോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. ഒന്നാമത്തെ നമ്പർ മോതിരമായിട്ടുള്ള വെള്ളി മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത്. പക്ഷെ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ആ ഒരു പൂർണ്ണതയിൽ അത് എത്തിക്കാണുന്നില്ല എന്നതാണ് വാസ്തവം. അതുമാത്രവുമല്ല, ഈ ജീവിതത്തിലുടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമ നിങ്ങൾക്ക് വേണ്ടുവോളം ഇല്ലാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും നിങ്ങൾക്ക് വന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അതായത് പ്രവർത്തന മേഖലയിൽ നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന ആ ഒരു അവസരം അവർ വിട്ടുകളയാറില്ല. ഇതിൻ്റെ ചില തിക്താനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ അടുത്തിടെയായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവം വെച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യ പ്രവൃത്തിയുടെ ഫലം അത് അവർ തന്നെ അനുഭവിക്കും. അങ്ങനെയുള്ള ഒരു സവിശേഷമായ സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. അങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും മറ്റ് ബന്ധുമിത്രാദികൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ബലഹീനത മറ്റുള്ളവർ ശരിക്കും മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പണമായിട്ടും മറ്റു വസ്തുക്കളായിട്ടുമൊക്കെ വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ തിരിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് മേടിച്ച പല വസ്തുക്കളും അവർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ മടക്കി തന്നിട്ടുമില്ല. എന്നാൽ ഇതിൻ്റെ ഒന്നും നന്ദി അവർ നിങ്ങളോട് തിരിച്ചു കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കാണിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾ ഈ പറഞ്ഞ സവിശേഷമായ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ നിങ്ങളോട്ട് താല്പര്യപ്പെടുന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങൾ ആ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ ആ ആവശ്യം
അത് നടന്നു കിട്ടുമോ, അതിനിപ്പോൾ എത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് 3.5 മാസം വരെ സമയമെടുക്കാം എന്നാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ, അതായത് അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം 1.5 മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഇനിയൊരു പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ടാർഗറ്റിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിത്ര കൃത്യമായിട്ട് പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വരകാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അല്പം വീഴ്ചയാണെങ്കിൽ തന്നെയും അവസാന നിമിഷം നിങ്ങൾക്ക് വിജയമായിരിക്കും ദൈവം തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ വിധിവിധാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ചില തടസ്സങ്ങളും തട്ടലും മുട്ടലും എല്ലാം ജീവിതമാർഗം മധ്യേ ഉണ്ടായിത്തീരുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇത്രയുമാണ് 1ാമത്തെ നമ്പർ മോതിരമായിട്ടുള്ള വെള്ളി മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് 2ാമത്തെ മോതിരമായിട്ടുള്ള സ്വർണ്ണ മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിനുടമയാണ് നിങ്ങൾ എന്നതാണ് നിങ്ങളുടെ സ്വഭാവമായിട്ട് ഇവിടെ തൊടുകുറിയെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, അത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റാളുകളോട് ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരുമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പല സുവർണാവസരങ്ങളും ജീവിതത്തിൽ പല സമയത്തും നിങ്ങൾക്ക് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ ആരെയും ചതിക്കാനോ പറ്റിക്കാനോ ഉപദ്രവിക്കാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഈ തൊടുകുറിയിൽ വളരെയധികം ഉയർന്ന തലത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലിയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളിൽ ഒന്നും നിങ്ങൾ പരാജയപ്പെടുന്നതല്ല. എന്നാൽ പരിപൂർണമായി വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ആ രീതിയിലേക്കും വരുന്നതല്ല. എങ്കിൽ പോലും ആവറേജായി മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഗണിത പ്രകാരം കാണുന്നത് 3 മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള സാധ്യത 85% കാണുന്നത്. എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനും മതി. ഇത്രയുമാണ് 2ാമത്തെ നമ്പർ മോതിരമായിട്ടുള്ള സ്വർണ്ണ മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാനുള്ളത്. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.